മലയാള സിനിമയിലേക്ക് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ആദ്യമായി നേടിക്കൊടുത്ത ചിത്രം നീലക്കുയിൽ. ഉറൂബിന്റെ രചനയ്ക്ക് പി ഭാസ്കരനും രാമു കാര്യായിട്ടും സംവിധാനം നിർവഹിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് പുതിയൊരു സംവിധാന ജോഡിയെ കൂടിയായിരുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിനൊരു പുനരാവിഷ്കാരം ഉണ്ടാവുകയാണ് നാടകരൂപത്തിൽ. ഇന്ന് വൈകുന്നേരം ടാഗോർ ഹാളിലാണ് നാടകത്തിന്റെ പ്രദർശനം. മലയാളത്തിലെ അനുഗ്രഹീത കലാകാരൻ സത്യൻ മാഷ്. അദ്ദേഹം അനശ്വരമാക്കിയ ഒരു കഥാപാത്രമുണ്ട്, നീലക്കുയിലെ ശ്രീധരൻ മാസ്റ്റർ. ആ കഥാപാത്രം നാടകരൂപത്തിൽ അരങ്ങിലേക്ക് എത്തുമ്പോൾ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജിതേഷ് ദാമോദർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. വളരെ ആകസ്മികമായിട്ടാണ് ഈ നാടകത്തിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യം ഞാൻ വേറൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ സംവിധായകൻ CV പ്രേംകുമാർ അദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞതും നീലക്കുയിൽ എന്നുള്ള സിനിമ നാടകമാവുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അതിൽ ശ്രീധരൻ മാസ്റ്ററുടെ റോൾ സത്യമാഷ് അനശ്വരമാക്കിയ ശ്രീധരൻ മാസ്റ്റർ എന്ന റോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം എനിക്ക് പറ്റില്ല എന്നാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യം അത് വിമുഖത കാണിച്ചു. കാരണം എനിക്ക് അത്ര വലിയ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ വന്നിട്ട് ഡയലോഗുകളൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ വന്നിട്ട് ഡയലോഗ് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നമുക്ക് തുടരാൻ കുഴപ്പമൊന്നുമില്ല, ഇത് മതി, ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീധരൻ മാഷ് ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ടും എനിക്ക് ഈ ഡയലോഗ് പറയുന്നതിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയോളം ഈ റിഹേഴ്സൽ ഇങ്ങനെ പോയി പങ്കെടുത്തു. അതിന് ശേഷമാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത്, ഇത് അല്പം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇതിൽ ഈ സിനിമയിൽ സത്യൻ മാഷ് വളരെ ഗംഭീരമാക്കിയ റോളാണ് ശ്രീധരൻ മാഷുടേത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു സത്യൻ മാഷെ അനുകരിക്കുകയല്ല, ശ്രീധരൻ മാസ്റ്റർ എന്നുള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സത്യൻ മാഷെ അനുകരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അതൊരു തെറ്റായ അദ്ദേഹം ഒരു ലെജൻഡാണ്. അപ്പോൾ ശ്രീധരൻ മാഷിൻ്റേതായ ഒരു രീതിയിൽ ഈ നാടക രൂപത്തിലേക്ക് വരുമ്പോൾ കുറേ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ നാടകത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടാണ് ശ്രീധരൻ മാഷെ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതുവരെ എത്തിയത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ നാടകം അരങ്ങേറാണ്. എല്ലാവരും വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം നമ്മൾ 1954 ചിത്രം റിലീസാവുന്നത്. ഇപ്പം 70 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ കാലഘട്ടത്തിൻ്റെതായൊരു വ്യത്യാസം ഉണ്ട്. എങ്കിലും ചിത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം സമകാലിക പ്രസക്തി ഉള്ളത് തന്നെയാണ്. അപ്പം നാടകത്തിൽ അതെ അതെ തീർച്ചയായിട്ടും ഈ വിഷയം ഇപ്പോഴും കാലിക പ്രസക്തിയുള്ള വിഷയമാണ്. ജാതിയാണ് ഈ പ്രധാനമായിട്ടും ഈ സിനിമയിലെ നാടകത്തിലെ പ്രധാന വിഷയം. അത് അന്നും ഉണ്ട്, ഇന്നും അതേപോലെ നിലനിൽക്കുന്നു. പക്ഷെ അതിന് ചില സ്വഭാവ വൈചിത്ര്യങ്ങളുണ്ടെന്നുള്ളൂ, ചില മാറ്റങ്ങളുണ്ട്. ഇത് ജാതി ചിന്തയിൽ അങ്ങനെ മറ്റും അന്ന് പ്രകടമായിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇന്ന് പ്രകടമായിട്ട് കാണുന്നില്ലെങ്കിലും അത് പക്ഷെ ഭയങ്കര ശക്തമായ ജാതി ചിന്ത എന്നുള്ളത് ശക്തമാണ്. അപ്പോൾ ആ ജാതി ചിന്തയാണ് ശ്രീധരൻ മാഷ് എന്നുള്ള കഥാപാത്രത്തെ പോലും മാറ്റി നിർത്തി സമൂഹത്തിൽ മാന്യത എന്നുള്ള ഒരു മുഖംമൂടിയായി വന്നത് ശ്രീധരൻ മാഷ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പം അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. വളരെ രഹസ്യമായിട്ട് ജാതി ചോദിക്കും, അതിനനുസരിച്ച് മാത്രമേ ആളുകൾ ഇന്ന് രഹസ്യമായിട്ട് ചോദിക്കുന്നു, അതിനനുസരിച്ചിട്ട് മാത്രമേ പെരുമാറുകയോ സംസാരിക്കുകയോ പോലുള്ളൂ. ഇന്നും അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ആ ചിത്രം ആരംഭിക്കുന്ന സമയത്ത് മഴയും കാറ്റും കോളും ഒക്കെ ആയിട്ടൊരു അതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് വളരെ വലുതായിരുന്നു. അത് പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു എഫക്റ്റ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ നാടകത്തിലേക്ക് വരുമ്പം
ആ ഒരു എഫക്റ്റ് നമുക്ക് അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമോ? മിക്കവാറും അതിൻ്റെ നാടകം തുടങ്ങുന്നത് തന്നെ ഈ സിനിമയിലെ അതേ പാട്ട് ആണ് ഉപയോഗിച്ചിട്ടാണ് നാടകം തുടങ്ങുന്നത്. പാട്ട് കഴിഞ്ഞിട്ട് കട്ടണ വരുമ്പോൾ തന്നെ ഇടിയും മിന്നലോടും കൂടിയിട്ടാണ് ഇപ്പോൾ നാടകം തുടങ്ങുന്നത്. ശ്രീധരൻ മാഷുടെ മുറിക്കകത്തെ ദൃശ്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇടിയും മിന്നലുമായിട്ട് ഇദ്ദേഹത്തിന് പിന്നെ അങ്ങനെ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ഇടയ്ക്കാണ് ഈ നീലി വന്നിട്ട് ഇതിലേക്ക് കയറുകയും, കാരണം നീലി വരുന്നത് എന്തുകൊണ്ടാണ്? വഴി തടസ്സപ്പെട്ടു, മരം വീണ് അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുകയും അങ്ങനെ താൽക്കാലികമായി ഒരു ഷെൽട്ടർ എന്ന രീതിയിൽ ശ്രീധരൻ മാഷുടെ വീട്ടിലേക്ക് കയറി വരികയും അങ്ങനെയാണ് സംഭവവികാസങ്ങൾ പലതും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ ഇടിയും മിന്നലും. കാലാവസ്ഥ സാങ്കേതികത അത്രത്തോളം സാങ്കേതിക പെടുത്തുന്നുണ്ടല്ലേ? സാങ്കേതികത ഇപ്പം സ്റ്റേജിൽ ഇത്രയും സാഹസങ്ങൾ കാണിക്കാൻ പറ്റില്ല. അതിന് സിംബോളിക്കായിട്ട് പല രംഗങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് ആ രംഗത്ത്. അവസാനം വരെയും ഈ മഴ നാടകത്തിലുണ്ട്. നാടകത്തിൽ സാന്നിധ്യമായിട്ട് ഈ മഴ പുറത്ത് ഉണ്ടാവും. ഇപ്പം പാട്ടിന്റെ കാര്യം പറഞ്ഞ സിനിമ ആരംഭിക്കുന്ന തന്നെ ഒരു കൃഷിപ്പാട്ടിലൂടെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ നാടകത്തിലും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ 6 ഗാനങ്ങളും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പൊ കേൾക്കുമ്പോഴും ഇപ്പോഴും പ്രേക്ഷകർ ഇപ്പൊ കേൾക്കുന്നവർ വീണ്ടും മൂളി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് ഇതിലുള്ളത്. അപ്പൊ ഈ നാടകത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് പുതിയതായിട്ട് പാട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഈ സിനിമയിൽ ഉപയോഗിച്ച മിക്ക പാട്ടുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല എന്നുള്ള പാട്ട്, അത് ഈ നാടകത്തിൽ ഞങ്ങൾ ആടി അഭിനയിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും ചൊല്ലണ് കല്യാണ നെഞ്ചിലെന്ന്, അതും ഞാനും സിതാരയും കൂടിയിട്ട് ഈ ശ്രീധരൻ മാഷും നീലിയായിട്ട് ഈ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാട്ട് അവസാന ലാപ്പിൽ വരുന്നത്, വേറൊരു പാട്ട് കുയിലിനെ തേടി അത് ഇടയ്ക്കും വരുന്നുണ്ട്. അവരുടെ പിന്നെ പ്രണയരംഗങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നീ മറക്കും കുയിലെ എന്നുള്ളത് പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ട്യൂൺ ഈരടികൾ എങ്ങനെ നാടകത്തിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പാട്ടുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ കാലത്തെ പാട്ടുകളുടെ പ്രത്യേകതയുണ്ട്. ഇപ്പം സിറ്റുവേഷനുമായിട്ട് അത്രമേൽ യോജിച്ചു പോണ പാട്ടുകളാണ്. ഇപ്പം പാട്ടുകൾ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പാടിപ്പോവല്ല, അവരുടെ ഇമോഷൻസും കൂടിയാണ് അവർ കൺവേ ചെയ്യാണ്, കഥാപാത്രത്തോട് നേരിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു പാട്ട് രംഗത്ത് അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു സാറിന്റെ എക്സ്പീരിയൻസ്? അത് നമുക്കതിൽ വളരെ ലയിച്ച് പാടുന്ന ശ്രീധരൻ മാഷായിട്ട് നമുക്ക് തോന്നും. കാരണം നീലിയായിട്ട് അത്ര ഇൻറ്റിമസി തോന്നുന്ന രീതിയിലാണ് നമ്മളതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് രംഗത്തിലാണ് നമുക്ക് ശ്രീധരൻ മാഷുടെ മാനറിസങ്ങളും, അത് ചില സമയത്ത് സത്യമാഷിനെ കൂടെ അതിൽ ഇൻവോൾവ് ആകുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നിക്കുന്നുണ്ട്. എന്നാലും അത് വരാതെ നോക്കുകയാണ്, അത് അനുകരിക്കുക എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് ലയിച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇച്ചിരി പ്രയാസമായിരുന്നു. പിന്നീട് അത് കുറേ പ്രാവശ്യം ചെയ്ത് അതിലേക്ക് ആ വഴക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ സിതാര ഒരു നർത്തകിയാണ്, വളരെ ഗംഭീരമായിട്ട് നൃത്തം ചെയ്യുന്നവരാണ്. പക്ഷെ സംവിധായകൻ പറഞ്ഞ് സിതാരയുടെ ഒരു നൃത്തം ഇതിനാവശ്യമില്ല, കാരണം നീലി എന്ന കഥാപാത്രത്തിന് നൃത്തം അറിയില്ല. അവൾ നാടൻ പാട്ടുകളും കൊയ്ത്തിൻ്റെ പാട്ടുകളും ഒക്കെ ഉള്ള അങ്ങനെ ഒരു സാധാരണ നാടൻ യുവതിയാണ്. അപ്പോൾ അവരെത്രത്തോളം ഡാൻസ് ചെയ്യും അത്ര മാത്രമേ അതിലുപയോഗിക്കാവൂ. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരാതി തോന്നും അത് നർത്തകിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നീലി ഒരിക്കലും നർത്തകിയില്ല. അങ്ങനെയുള്ള ഒരു വിശകലനത്തിൽ സിതാര കംപ്ലീറ്റ് ഡാൻസുകൾ മുറിച്ച് നീക്കി സാധാരണ രീതിയിലുള്ള സ്റ്റെപ്പുകളും ഒക്കെ വെച്ചിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഞാനും സിതാരയും കൂടിയിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സിതാരയുടെ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, സംവിധായകനുണ്ട്. പിന്നെ സംവിധായകൻ ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയത്. സാറ് പറഞ്ഞില്ലേ അനുകരണങ്ങൾ ഇല്ലാണ്ട് അവതരിപ്പിക്കുകയാണെന്ന്. ഇപ്പൊ സത്യൻ മാഷ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അനുകരണങ്ങൾ ഇല്ലാണ്ട് അഭിനയിക്കാൻ ശ്രമിച്ചാലും സത്യൻ മാഷ് അവതരിപ്പിച്ച ഒരു ശ്രീധരൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. സാറിനും അത് ഉണ്ടായിരിക്കും. അപ്പം അതൊരു വെല്ലുവിളിയായിരുന്നോ? അങ്ങനെ എന്താ സത്യൻ മാഷിനെ മറന്നിട്ടല്ല, സത്യൻ മാഷ് അവതരിപ്പിച്ച ഒരു ശ്രീധരൻ മാസ്റ്ററെ അല്ലാതെ സ്വന്തം നിലയ്ക്കൊരു ശ്രീധരൻ മാസ്റ്ററെ കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു അത് മെനഞ്ഞെടുക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന പ്രേക്ഷകരെല്ലാം ഈ നീലക്കുയിൽ നാടകം കാണാൻ വരുന്ന പ്രേക്ഷകരൊക്കെ പഴയ തലമുറയുടെ ആളുകളായിരിക്കും അത് ഈ ഇതിലെ നാടകം കാണാൻ എത്തുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രീധരൻ സത്യമാഷായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് ചില ആളുകൾക്ക് അത് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ അത് അങ്ങനെ ഭയങ്കര വ്യത്യാസമല്ലാതെ അത് സിനിമയോട് കൂടി ഇഴചേർന്ന് പോകുന്ന രീതിയിൽ സത്യമാഷ് അവതരിപ്പിച്ച ഒരു ഇഴചേർന്ന് പോകുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടില്ല. ഇപ്പം സിഗരറ്റ് വലിക്കുന്ന രീതി സത്യമാഷിന് വേറെയാണ്. അപ്പോൾ ഞാനിതിൽ സിഗരറ്റില്ല, ബീഡി വലിക്കുന്ന രീതിയും വേറെയാണ് ചെയ്തിരിക്കുന്നത്. സത്യമാഷ് ബീഡി വലിക്കുന്ന രീതിയും ഞാൻ ഉപയോഗിച്ച രീതിയും വളരെ വ്യത്യസ്തതയോടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരം ഒരു നാടകത്തിന്റെ ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നേ? തുടക്കം അത് പിന്നെ RS മധു സാറായിരുന്നു അതിൻ്റെ നാടക രചന നടത്തിയിരുന്നത്. അത് അദ്ദേഹം ആദ്യം അത് നാടകം കംപ്ലീറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ നാടകത്തിൽ പോസ്റ്റ്മാനായിട്ട് അഭിനയിക്കുന്ന സജനചന്ദ്രൻ എന്നുള്ള അദ്ദേഹത്തെയാണ് ആദ്യം ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ തന്നെ ജോലി ചെയ്ത ആളാണ് നമ്മുടെ CV പ്രേംകുമാർ എന്ന് പറയാം. അവരൊക്കെ എയർപോർട്ടിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കാരണം അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണെന്നുള്ള ഒരു ഇതിലാണ് തിരക്കഥാകൃത്തും നാടകകൃത്തും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. പക്ഷേ മധുസാറിൻ്റെ രചന വളരെ മനോഹരമായ പ്രത്യേക സംഭാഷണങ്ങളുടെ ആ ഒരു കാച്ചിക്കുറുക്കൽ സംഭാഷണങ്ങളാണ്. വളരെ മനോഹരമായിട്ട് ഈ നാടകത്തെ അദ്ദേഹം ഇങ്ങനെ ഇഴചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓരോരോ രംഗങ്ങളും ഒന്നിനോടൊന്ന് ഇഴചേർന്ന് നിന്നിട്ടാണ് ഈ നാടകത്തിൽ വൈകാരിക തീവ്രത കുറച്ച് കൂടുതലാണ്. അപ്പോൾ 3-4 സീൻ കഴിഞ്ഞ ഉടനെ ഈ നാടകം നേരെ തിരിഞ്ഞ് വൈകാരികതയിലേക്ക് പോവുകയാണ്. പിന്നെയുള്ള സീനുകൾ മൊത്തം ഇങ്ങനെ ഇത്തരം വൈകാരികമായ അംശങ്ങളുള്ള രീതിയിലാണ് നാടകം പരിസമാപ്തി ചെയ്യുന്നത്. അപ്പോൾ നാടകരചന എന്ന് പറയുന്ന ഒരു നാടകം വളരെ മനോഹരമായിട്ട് അങ്ങനെ രചിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നില്ല. അങ്ങനെ മധുസാറിന് അതിനൊരു അനുഗ്രഹീത കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിലൂടെയാണ് സംവിധായകൻ ഈ നാടകം ത്തിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം അത് മനോഹരമാക്കി സംവിധാനം ചെയ്തിട്ടുമുണ്ട്. അത് നമ്മുടെ നീലക്കുയില് വലിയ വിജയമായിരുന്നു. അപ്പം പ്രേക്ഷകർക്ക് മുന്നിൽ അവരെപ്പോഴും ഈ ഒരു നാടകത്തെ സാധ്യതയാണ്. അപ്പം അവര് അതിനെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് അളക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മാനദണ്ഡം ആ സിനിമ തന്നെയായിരിക്കും. അപ്പം ഈ ഒരു നാടകം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തെ കാര്യം നാടകമാണ്, നമുക്ക് അപ്പോഴും തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സിനിമ പോലെയല്ല, അപ്പോഴേ കിട്ടും. അപ്പം എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അത് നമ്മളും കാത്തിരിക്കുകയാണത്. കാരണം പ്രേക്ഷകർ ഏത് തരത്തിൽ പ്രതീക്ഷിക്കുന്ന പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഈ നാടകം പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ പാട്ടുകളൊക്കെ ഈ നാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ പണ്ട് അനുഭവിച്ച വൈകാരിക നിമിഷങ്ങൾ ഇപ്പോൾ വീണ്ടും നാടകത്തിൽ കാണുമ്പോഴുള്ള അവരുടെ സമീപനം ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്നതാണെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നാടകം നല്ല രീതിയിൽ അത് ഇപ്പോഴ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് ആ നാടകം എത്തും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരം ടാഗോറിന്റെ ഹാളിലെ നാടകം അരങ്ങേറാൻ പോവുകയാണ്. അപ്പം എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ നീലക്കുയിൽ പോലെ തന്നെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സാർ. താങ്ക് യു.